ബി.ജെ.പി. സി.പി.എം ഡീൽ ആരോപണം ആവർത്തിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി. കേരളത്തിലെ എൽ.ഡി.എഫ് സർക്കാർ ബി.ജെ.പി. നിയന്ത്രണത്തിലാണെന്ന് രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് നേരിടുന്നത് ബി.ജെ.പി. പിന്തുണയ്ക്കുന്ന എൽ.ഡി.എഫിനെയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പത്തനംതിട്ട അടൂരിൽ യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു.ഡി.എഫിന്റെ എതിർഭാഗത്തുള്ളത് ബി.ജെ.പി. എൽ.ഡി.എഫ് സംയുക്ത മുന്നണിയാണെന്നും കേരളത്തിൽ യു.ഡി.എഫ് വരുന്നത് ബി.ജെ.പി. തടയുന്നത് അതുകൊണ്ടാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബി.ജെ.പിയെ വെല്ലുവിളിക്കുന്നത് കോൺഗ്രസ് ആണ്. അതിനാലാണ് അവർ കോൺഗ്രസിനെ എതിർക്കുന്നത്. ശബരിമലയിൽ സ്വർണം കട്ടതും അവിടെ എന്താണ് നടന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറന്നുപോയി. ഇത് വെളിവാക്കുന്നത് ബി.ജെ.പി. സി.പി.എം ബന്ധമാണ്. സ്വർണം കട്ടവർക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കുമെന്നും എൽ.ഡി.എഫ് ഇടതുപക്ഷമായി പ്രവർത്തിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുകയും ചെയ്തു. ബി.ജെ.പി. അവരെ എതിർക്കുന്ന എല്ലാവരെയും ആക്രമിക്കും. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു നീക്കവുമില്ലെന്നും കേരളത്തിൽ യു.ഡി.എഫ് വരുന്നത് തടയുകയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ശബരിമലയിലെ സ്വർണം കട്ടവർക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കും. എൽ.ഡി.എഫ് ഇടതുപക്ഷമായി പ്രവർത്തിക്കുന്നില്ല. കോർപ്പറേറ്റ് സ്വഭാവമാണ് അവർക്ക്. കോർപ്പറേറ്റുകൾ ഫണ്ട് ചെയ്യുന്ന സർക്കാരാണിതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബി.ജെ.പിക്ക് കേരളത്തിൽ യു.ഡി.എഫ് വരണമെന്ന് ആഗ്രഹമില്ല. നമുക്ക് ബി.ജെ.പിയോടും ആർ.എസ്.എസിനോടും അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ദേശീയ തലത്തിൽ എൽ.ഡി.എഫിന് ബി.ജെ.പിയെ വെല്ലുവിളിക്കാൻ കഴിയില്ലെന്നും അവർക്ക് അറിയാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എനിക്കെതിരെ 36 കേസുണ്ട്. ബി.ജെ.പി. എന്നെ ആക്രമിക്കുകയാണ്. 55 മണിക്കൂർ ഇടതടവില്ലാതെ എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ബി.ജെ.പിയുടെ ഒരു ആക്രമണവും നടക്കുന്നില്ല. എൽ.ഡി.എഫ് നേതൃത്വം അഴിമതിക്കാരാണ്. എൽ.ഡി.എഫ് സർക്കാർ ബി.ജെ.പി. നിയന്ത്രണത്തിലാണ്. പ്രധാനമന്ത്രി എവിടെ പോയാലും മതത്തെപ്പറ്റിയും ദൈവത്തെപ്പറ്റിയും പറയും. പക്ഷേ ഇന്നലെ കേരളത്തിൽ വന്നപ്പോൾ ശബരിമലയെപ്പറ്റി അദ്ദേഹം മറന്നുപോയി. കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ അയ്യപ്പന്റെ സ്വർണം കവർന്നത് സി.പി.എമ്മിനെ രക്ഷിക്കാൻ ശബരിമല കൊള്ള പ്രധാനമന്ത്രി മറച്ചുവെക്കുകയാണ്, രാഹുൽ ഗാന്ധി പറഞ്ഞു.